കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ്. കാര്യം നുണകൾ അടിച്ചിറക്കുന്ന ഫാക്ടറിയൊക്കെ ആണെങ്കിലും തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നവരൊക്കെ അല്ലേ. എന്നിട്ടും സർക്കാരിനെതിരെയോ പിണറായി വിജയനെതിരെയോ എന്തെങ്കിലും ഒരു കാര്യം തട്ടിക്കൂട്ടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞു? പറഞ്ഞ പെരുന്നുണകളിൽ നാട്ടുകാർക്ക് വിശ്വാസം വരുന്ന എന്തെങ്കിലും ഒന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? മാപ്രകളായിട്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തത് കൊണ്ടായിരിക്കും സമൂഹത്തിൽ നിലയും വിലയുള്ള ആളുകൾ പിണറായിക്കെതിരെ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തുന്നത്. പക്ഷെ എന്തു ചെയ്യാം, രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയും കേരളത്തിലെ സമാധാന ജീവിതവും മനസ്സിലാക്കുന്ന ഒരാളും ഇടത് സർക്കാരിനെതിരെ ഒന്നും തന്നെ പറയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇതുപോലെ സ്വന്തം ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നുണകളെടുത്ത് ഇട്ടടിക്കന്നെ. EMSനെ ഒരു നേതൃപൂജകളിലും കണ്ടിട്ടില്ല, പിണറായി വേദിയിലിരുത്തി MTയുടെ വിമർശനം എന്ന് വലിയൊരു പോസ്റ്റർ അടിച്ചിറക്കിയായിരുന്നു ഏഷ്യാനെറ്റിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ്. ഇത് കൂടാതെ പിണറായിക്ക് പൊള്ളിയോ എന്ന ചോദ്യവുമായി ചുവപ്പ് കണ്ടാൽ ഹാലെളുകുന്ന വിനു വി ജോൺ ജഡ്ജിയുടെ വിചാരണയും വിധിയും വന്നു. അമേരിക്കൻ സിൽവർ വാർ എന്തിനായിരുന്നു? എന്താണ് റഷ്യയിൽ സംഭവിച്ചത്? ആരാണ് EMS? എന്താണ് EMSന്റെ പ്രസക്തി? എന്നിങ്ങനെ ലോകരാഷ്ട്രീയ ചരിത്രത്തിലോ സ്വന്തം നാടിന്റെ ചരിത്രത്തിലോ യാതൊരുവിധ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആളുകൾ മാധ്യമപ്രവർത്തകർ എന്ന ലേബൽ ഒട്ടിച്ചിറങ്ങിയാൽ ഇങ്ങനെയിരിക്കും. നമ്പർ 1 മലയാളം ചാനൽ എന്നത് വിവരദോഷികൾ അടയിരിക്കുന്ന നമ്പർ 1 ചാനൽ എന്ന് തിരുത്തുന്നതായിരിക്കും ഉചിതം. അല്ലാതെ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? പോസ്റ്ററുകളും വാർത്തകളും പോരാതെയാണ് വിനു ജഡ്ജിയുടെ വക വിചാരണ വന്നത്. അതിൽ സർക്കാരിനെ കീറിമുറിക്കാൻ വന്ന് കുത്തിയിരുന്നതാരാ? താനൊഴികെ മറ്റെല്ലാവരോടുമുള്ള പരമപുച്ഛവും അഹങ്കാരവും കൊണ്ട് വട്ടായ ശങ്കരൻ വക്കീൽ തന്നെ. എന്നിട്ട് വിസ്താരവും തുടങ്ങി. ഇത് കണ്ട് ആവേശം മൂത്ത് അടക്കി വെക്കാനാവാതെ മറ്റൊരു ബുദ്ധിജീവി രംഗപ്രവേശനം ചെയ്തു. അവസരവാദത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ജോയ് മാത്യു തന്നെ. എഴുത്തുകാരൻ എന്നാൽ MT എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷനാകുന്നത് അധികാരികൾക്ക് മുമ്പിൽ റാൻമൂളി കിട്ടുന്ന പദവിയുടെ താൽക്കാലിക തിളക്കങ്ങളിലല്ല, മറിച്ച് സർവാധികാരി എന്ന് അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടക്കിട്ടടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്രബോധത്തോടെ നേർക്ക് നേർന്ന് ചോദിക്കുന്നത് കൊണ്ടാണെന്നും സത്യമായും മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് MT ആണെന്നുമാണ് മഹാന്റെ കണ്ടെത്തൽ. പക്ഷെ എല്ലാത്തിനും അല്പായുസം മാത്രം. പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ, അതായത് വിവരമില്ലാത്ത ഏഷ്യാനെറ്റിന്റെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും തനിക്ക് പങ്കില്ലെന്നും തന്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ലെന്നും റഷ്യയിലടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിന്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകുമെന്നും MT തന്നെ പറഞ്ഞു. അതായത് ഏഷ്യാനെറ്റ് ചാടുന്നത് കണ്ട് ജോയ് മാത്യു പോലുള്ള മറ്റു വവ്വാലുകൾ ചിലയ്ക്കണ്ട എന്ന് സാരം. വിവരമില്ലാത്തവർ മാധ്യമപ്രവർത്തകരെന്നും പറഞ്ഞ് നാട്ടിലിറങ്ങിയാൽ എങ്ങനെയിരിക്കും എന്നതിന്റെ ഉദാഹരണം ഇതിൽ പരം മറ്റെന്ത് വേണം?